KGM-CTA സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. സമാധാനപരമായി സമരം ചെയ്തിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്ന് കാട്ടിയാണ് പ്രതിഷേധം. ഈ മാസം 13-ന് സമ്പൂർണ്ണ പണിമുടക്ക് നടത്തും. എമർജൻസി സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് തന്നെയാണോ ഇവർ നീങ്ങുന്നത്? അതെ നൗഫൽ, സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘടനയാണ് KGM-CTA. കഴിഞ്ഞ 4 മാസത്തിലേറെയായിട്ട് പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഈ പറയുന്ന സൂചനാ പണിമുടക്ക് മറ്റു കാര്യങ്ങളുമൊക്കെ അവരുടേതായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മാസം 20-ാം തീയതിയും 28-ാം തീയതിയും ഇക്കഴിഞ്ഞ മാസം 5-ാം തീയതിയും അവർ OP ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോയിരുന്നു. മറ്റ് സേവനങ്ങൾ, അതായത് OP ബഹിഷ്കരിക്കുക, അതുപോലെ തന്നെ മറ്റ് അധ്യാപനത്തിൽ വിട്ടുനിൽക്കുക, മറ്റ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോഴൊക്കെ അങ്ങനൊരു സമര രീതിയിലേക്ക് പോയിട്ടും അവർ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ ഒരു ചർച്ച നടത്താൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറാകാത്തതിനെ തുടർന്നുകൊണ്ടാണ് ഈ വരുന്ന 13-ാം തീയതി സമ്പൂർണ്ണ പണിമുടക്ക് നടത്താനായിട്ട് KGM-CTA തീരുമാനിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിലെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പൂർണ്ണമായിട്ട് KGM-CTA ഡോക്ടർമാർ ഈ പണിമുടക്കിന്റെ ഭാഗമാകും. ഒരു തരത്തിലും ഈ സേവനങ്ങളുടെ ഭാഗമാകില്ല. എമർജൻസി വിഭാഗങ്ങളിലൊഴികെ, അത്യാഹിത വിഭാഗങ്ങളിലെ സേവനമൊഴികെ മറ്റെല്ലാ സേവനങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് KGM-CTA പ്രതിനിധികൾ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ OP ബഹിഷ്കരിച്ചിട്ടും കാര്യമായിട്ടുള്ള ചർച്ചയ്ക്ക് അവരെ വിളിച്ചിരുന്നില്ല. അതേ തുടർന്നുകൊണ്ടാണ് ഇങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ KGM-CTA തീരുമാനമെടുത്തിരിക്കുന്നത്. 13-ാം തീയതി പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ പണിമുടക്കായിരിക്കും. എമർജൻസിയിൽ മാത്രമായിരിക്കും സേവനമുണ്ടാവുക. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ തസ്തികകൾ മെഡിക്കൽ കോളേജുകളിൽ സൃഷ്ടിക്കുക, 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക നൽകുക, അശാസ്ത്രീയമായിട്ടുള്ള പുനർവിന്യാസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ്. അതിലൊന്നുമാണ് KGM-CTA സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്തത്. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പിഴവിന്റെ വാർത്തകൾ ഒരു ഭാഗത്ത് വരുന്നു, മറുഭാഗത്ത് തസ്തികകൾ സൃഷ്ടിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് KGM-CTA പണിമുടക്കിലേക്ക് പോകുന്നു. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.